അപ്പൊ കടബാധ്യത തീരാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ചെയ്യേണ്ട ഒരു വഴിപാട്. ഇന്റർവ്യൂവിനൊക്കെ പോയി അവിടെ ജയിക്കണില്ലാച്ചാൽ നമ്മുടെ ഒരു ക്വാളിറ്റി കുറവുണ്ടാണ്. അപ്പം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ ധനമേ ദദതാം ദേവി ദിവി ദേവി മനീഷിണാം ലോങ് ലാസ്റ്റിംഗ് ആണ്. സന്താനം ഉണ്ടാവാനും ഇതന്നെ ചെയ്യുന്നുണ്ട്. ഗുരുവായൂരപ്പൻ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മൾ താലി പൂജിച്ചിടുന്നത് കൊണ്ട് അതേപോലെ സൂക്ഷിക്കുന്നവരുടെ പേഴ്സ് എപ്പോഴും ഫുള്ളായിരിക്കും. പ്രാണായ സ്വാഹ. വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ടുള്ളവർ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്നതൊക്കെ അതൊരു പരിഹാരം. പിന്നെ പ്രത്യേക ചില സ്കിൻ ഡിസീസിന് തേക്കുന്നത് വളരെ വിശേഷമാണ്. അഗ്നിയിലൂടെയാണ് നമ്മൾ ദേവനിലേക്ക് എല്ലാം കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗുരുവായൂരപ്പന്റെ കൂടെ നിന്ന് ഭഗവാനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ച എഴിക്കോട് സ്വദേശി തിരുമേനിയാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി, ഓരോ മനുഷ്യനും ഓരോ നിമിഷവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഒക്കെ. പക്ഷെ എത്ര കഷ്ടപ്പെട്ടിട്ടും താൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്ന കേട്ടില്ലേ, എനിക്ക് എപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ അതെന്തായിരിക്കും? അത് സാമ്പത്തിക കഷ്ടപ്പാടാണെങ്കിൽ ആ സാമ്പത്തികം നന്നാവാനായിട്ട് മഹാലക്ഷ്മിയായിട്ട് പൈസയെ കാണണം. പൈസയെ മഹാലക്ഷ്മിയായിട്ട് കണ്ടാൽ എപ്പോഴും പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ പേഴ്സിൽ നമ്മൾ പൈസ വെക്കുകയാണെങ്കിൽ ഡിനോമിനേഷനൊക്കെ കറക്റ്റായിട്ട് വെക്കുക, ഹെഡും ടൈലൊക്കെ കറക്റ്റാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അവർക്ക് പേഴ്സിൽ നിന്ന് പൈസ ഒഴിയില്ല. പേഴ്സിൽ അങ്ങനെ വെക്കാനുള്ള ഒരു രീതി ഉണ്ടോ? ആ പേഴ്സിൽ നോട്ടിൻ്റെ ഹെഡും ടൈലൊക്കെ കറക്റ്റായിട്ട് വെക്കുക. പിന്നെ ഡിനോമിനേഷൻ കറക്റ്റായിട്ട് വെക്കുക. 500, 200, 100, 50, 10, 5 ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഉള്ളത് അങ്ങനെയാണ് വെക്കേണ്ടത്. അതേപോലെ സൂക്ഷിക്കുന്നവരുടെ പേഴ്സ് എപ്പോഴും ഫുള്ളായിരിക്കും. പൈസയെ നമ്മൾ ഒരു മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കും. മഹാലക്ഷ്മിയുടെ സ്ഥാനം എവിടെയാണ്? ഹൃദയത്തിലാണ്. പക്ഷേ ഇന്നത്തെ നിർഭാഗ്യവശാൽ ഇന്നത്തെ ആൺകുട്ടികളൊക്കെ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിലാണ് ഇത് വയ്ക്കുക. അപ്പോൾ ആസനത്തിലാണ് സ്ഥാനം കൊടുക്കുന്നത്. അതുപോലെ ലക്ഷ്മിക്ക് ഹൃദയത്തിൽ സ്ഥാനം. അതാണ് പണ്ടത്തെ പോക്കറ്റൊക്കെ മുമ്പിലായിരുന്നു ഷർട്ടിന്റെ പോക്കറ്റുകളൊക്കെ. അതുകൊണ്ടാണ് ഹൃദയത്തിലാണ് സ്ഥാനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബാഗിൽ ക്യാഷ് ബാഗ് ഉണ്ടെങ്കിൽ ബാക്കിൽ വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ ചെലവ് കൂടും. അങ്ങനെ ചെലവ് കൂടുതലും കയ്യിൽ പൈസ നിൽക്കാതിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഡോൺ കെയർ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ മഹാലക്ഷ്മിയായിട്ട് കരുതി നോക്കൂ, പേഴ്സിൽ നിന്ന് പൈസ പോവില്ല. സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ ഈ സ്കേഴ്സിറ്റി ഉണ്ടാവും. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഈ ചെറിയ പേഴ്സും കൊണ്ടാണ് നടക്കുക. പൈസയൊക്കെ ചുരുട്ടി കൂട്ടിയിട്ടാണ് എണ്ണി വെക്കുക. ഇതുപോലെ ഡിനോമിനേഷൻ നിർത്തിയൊന്നും വെക്കാൻ പറ്റില്ല. എല്ലാ സ്ത്രീകളും ചുരുട്ടി കൂട്ടിയിട്ടൊക്കെ എന്നിട്ട് ഒരു 5 രൂപ എടുക്കണമെങ്കിൽ അതിന് കുറേ എടുത്ത് മാറ്റിയിട്ടൊക്കെ വേണം എടുക്കാൻ. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ചിലവ് കൂടുതൽക്കൊണ്ടിരിക്കും. പൈസ കയ്യിൽ നിൽക്കില്ല. കുറച്ച് വലിയ പേഴ്സാവുക, നോട്ട് മുഴുവൻ ഇരിക്കാവുന്ന തരത്തിലാവുക, അങ്ങനെ കണക്കാക്കണം. അങ്ങനെ ചെയ്താൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാവും. ഞാനത് രസകരമായിട്ടൊന്ന് ചോദിച്ചോട്ടെ. അപ്പൊ ഈ ഓൺലൈൻ ആണല്ലോ ഇപ്പോ, അപ്പൊ അതിൽ വരുമ്പോ എങ്ങനെ? ഇപ്പൊ പേഴ്സിനൊരു സ്ഥാനം ഇല്ലല്ലോ. ഓൺലൈനിലാവുമ്പോഴും നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ആപ്പ് തുറക്കണം, പാസ്വേഡ് അടിക്കണം. എന്നിട്ട് അപ്പം അതിൻ്റെ ഒരു ക്രമീകരണത്തിൽ ചെന്നിട്ടാണല്ലോ ഈ ഇതിലേക്ക് എത്തുന്നത്. അതുപോലെ നമ്മൾ ആ പേഴ്സിന് പൈസ എടുക്കുമ്പോൾ ആ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടും ആ ക്രമീകരണമായിട്ടെങ്കിലും ചെന്നാൽ കുഴപ്പമില്ല. മഹാലക്ഷ്മിയാണ്. ആ രീതിയിൽ തന്നെ കണ്ടാൽ പൈസ എപ്പോഴും കയ്യിലുണ്ടാവും. സാമ്പത്തിക ക്ലേശം. തൊഴിൽപരമായിട്ടൊക്കെ തടസ്സം, ഒരുപാട് പേര് തൊഴിലിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ തൊഴിൽ കിട്ടാനും അതുപോലെ തടസ്സങ്ങൾ വന്നിട്ടൊക്കെ മാറിപ്പോയ കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുണ്ടോ ഗുരുവായൂർ വഴിപാടുണ്ട്. പക്ഷെ അതിനിപ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലിന് തടസ്സം എന്നുള്ളതാണ് ആദ്യം നോക്കുക. പല തരത്തിലാണല്ലോ തടസ്സങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ അപ്പുറത്തെ ഒരു സമയദോഷം കൊണ്ടാവാം, ചിലപ്പോൾ ഒരു കണ്ടകശനി വന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രു ആഭിചാര ദോഷങ്ങളെ കൊണ്ടാവാം. പല കാരണങ്ങളുണ്ടാവും ഈ തൊഴിലിന് തടസ്സം ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യോഗ കുറവ് കൊണ്ടാവാം. അത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിന് എന്ത് തരം മന്ത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ. ശത്രുദോഷം കൊണ്ട് വന്നിട്ടുള്ളതാണോ എന്ന് കണ്ടാൽ ശത്രുസംഹാരമായിട്ടുള്ള ചില പൂജകൾ ചെയ്യുക, പുഷ്പാഞ്ജലികൾ ചെയ്യുകയാണ് വേണ്ടത്. അല്ല യോഗ കുറവാണെങ്കിൽ യോഗം ഉണ്ടാക്കാനുള്ള ചില, പക്ഷേ കോമൺ ആയിട്ട് അവിടെ പുരുഷ സൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നത് നമുക്ക് പുരുഷ സൂക്ത മന്ത്ര പുഷ്പാഞ്ജലി. അതെ, ഇല്ല പുരുഷൻ എന്നുള്ള വാക്കുകൊണ്ട് നോക്കണ്ട. പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു വിരാൾ പുരുഷൻ, പൂർണ്ണകായം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളായാലും പുരുഷനായാലും പൂർണ്ണത ഉണ്ടല്ലോ. ഇല്ല, നമുക്കൊരു പൂർണ്ണത വരാൻ വേണ്ടിയിട്ടാണ്. അതെ, പൂർണ്ണത്രയേ ഉള്ളൂ. നമുക്കൊരു പൂർണ്ണത വരും. അപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോയി അവിടെ ജയിക്കണില്ലാച്ചാൽ നമ്മുടെ ഒരു ക്വാളിറ്റി കുറവുണ്ടാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ, കോൺഫിഡൻസും എല്ലാം വരാനും ഒക്കെ ഇത് നല്ലതാണ്. പുരുഷ സൂക്തം ചെയ്യാം. ഈ പുരുഷ സൂക്തം കൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ സന്താനം ഉണ്ടാവാനും ഇതന്നെ ചെയ്യുന്നുണ്ട്. ഇത് സന്താന ഗോപാല മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കാം കുട്ടികളുണ്ടാവാൻ. കൂട്ടത്തിൽ ഈ പുരുഷ സൂക്തം മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കാം. ഗർഭിണികൾക്കൊക്കെ നല്ല കുട്ടി ഉണ്ടാവാൻ പുരുഷ സൂക്തം ജപിച്ച് നെയ്യ് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഒരു പൂർണ്ണതയ്ക്കാണ്, പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തിരുമേനിയെടുത്ത് ഇപ്പോൾ അവിടെ ഗുരുവായൂർ ഒരുപാട് പേര് അത് ധാരാളം അവിടെ ലിസ്റ്റിൽ തന്നെ ഉള്ളതാണ്, ബോർഡിലുള്ളതാണ്.
റെസീറ്റായിട്ട് തന്നെ വരും, അല്ലെങ്കിൽ തന്നെ ധാരാളം. അങ്ങനെ വേണ്ടവർക്ക് അത് നിർദ്ദേശിക്കും. തിരുമേനി, ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന എല്ലാവർക്കും അവരുടെ ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമതകളൊക്കെ ആയിട്ട് ഭഗവാന് സമർപ്പിക്കാതെ ഭഗവാന്റെ അടുത്ത് പരിഹാരം ഇതിനൊക്കെയാണല്ലോ വരിക. ഇപ്പൊ കടബാധ്യതകളൊക്കെ ആയിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒരു പരിഹാരം, അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗുരുവായൂർ ദേവസ്വത്തിൽ ചില വഴിപാടുകൾ നിശ്ചിതമായിട്ട് അവിടെ നോട്ടീസിൽ അവർ ബോർഡിലിട്ടിട്ടുണ്ടാവും. അത് മുഴുവൻ അങ്ങനെ പൂർണ്ണമായി കാര്യസാധ്യത്തിന് അതുമാത്രം മതി എന്ന് പറയാൻ വയ്യ. അല്ലാതെ മേൽശാന്തിയെ കണ്ട് പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് ചെയ്യാവുന്ന ഒരുപാട് വഴിപാടുകൾ നമുക്കുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലേ? പിന്നെ മേൽശാന്തി എല്ലാവർക്കും കാണാം. മേൽശാന്തി ഉണ്ടാവുന്ന റൂമിലുണ്ടാവുന്ന ലിമിറ്റഡ് ടൈമാണേ ഉള്ളൂ. ആ സമയത്ത് പോയി അദ്ദേഹത്തിനെ പോയി കാണാം, കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം, അതിനനുസരിച്ചുള്ള വഴിപാടുകൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ചെയ്യാം. സാധാരണ മേൽശാന്തി നമ്മളോട് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഇംഗിതമായിട്ടാണ് പറയുക. അപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നത് മേൽശാന്തിയിലൂടെ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ വഴിപാടുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വിവാഹം നടക്കണം, സാധാരണ എല്ലാവരും സ്വയംവര പുഷ്പാഞ്ജലിയാണ് വിവാഹത്തിന്. സ്വയംവര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ഒരു ദേവിയുടെ മന്ത്രം ആണ്. അത് ഗുരുവായൂരപ്പന് ദേവിയുടെ മന്ത്രം പറ്റില്ല. അപ്പോൾ അവിടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വേദമന്ത്രത്തിൽ തന്നെ വേളിയോത്ത് എന്ന് പറഞ്ഞൊരു മന്ത്രം ഉണ്ട്. വേളി എന്ന് പറഞ്ഞാൽ വിവാഹം. അപ്പോൾ വേളിയോത്ത് എന്ന് പറഞ്ഞാൽ വിവാഹ സമയത്ത് ജപിക്കുന്ന ഒരു മന്ത്രം ആണത്, ഈ വേളിയോത്ത്. അത് വിവാഹം നടക്കാൻ വളരെ വിശേഷമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ അത് അവിടെ ദേവസ്വത്തിൻ്റെ ബോർഡിലൊന്നും ഒരു പക്ഷേ കണ്ടോളണമെന്നില്ല. അത് നമുക്ക് മേൽശാന്തിയോട് നേരിട്ട് കണ്ട് എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കാനാണ് വേളിയോത്ത് മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കാം, അദ്ദേഹം ചെയ്തോളും. അതുപോലെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് കടബാധ്യത തീരാനുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. വേദമന്ത്രത്തിൽ അതുമുണ്ട്. ശ്രീസൂക്തം ചെയ്താലും മതി. ശ്രീസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു ശ്രീസൂക്ത പുഷ്പാഞ്ജലി സാമ്പത്തിക ഗുണമുണ്ടാവാനും ധനം പ്രശസ്തി ഒക്കെ ഒരുപോലെ ഉണ്ടാവാനുള്ള, നമ്മുടെ ബാധ്യത തീരാനും ധനം വരാനും. കടബാധ്യത തീരാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ചെയ്യേണ്ട ഒരു വഴിപാട് ഇതാണ് ശ്രീസൂക്ത പുഷ്പാഞ്ജലി. അതും അവിടെ ബോർഡിൽ ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് മേൽശാന്തിയോട് നേരിട്ട് ചെന്ന് കണ്ട് പറഞ്ഞ് ചെയ്യാം. ബോർഡിലുള്ളത് ഈ ദേവസ്വത്തിന്റെ ഒരു ബോർഡിൽ നമ്മൾ ആദ്യ കാലത്ത് എഴുതി കൊടുത്ത കുറച്ച് മന്ത്രങ്ങൾ, പിന്നെ ദേവസ്വക്കാർ കമ്മിറ്റി കൂടി തീരുമാനിച്ച ചില വഴിപാടുകളുടെയൊക്കെ ലിസ്റ്റുകളാണ് അതിലുണ്ടാവുക. ഒക്കെ ഭഗവാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പെട്ടെന്ന് ചില ഫലം വരുന്ന ചില മന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതൊരു പക്ഷേ ഇതിനകത്ത് ഉണ്ടായിക്കോളും. ഒരു പ്രത്യേകത എന്താണ്? ധനത്തിന്റെ അതിലൊരു വരി തന്നെ അശ്വതായി ഗോദായി ധനദായി ദദാതുമേ ധനം മേ ദദതാം ദേവി ദിവി ദേവി മനീഷിണാം. കാശ് വരാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ്. അതെ, ധനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഐശ്വര്യം പ്രശസ്തിയൊക്കെ ഈ ശ്രീസൂക്തം കൊണ്ട് ഉണ്ടാവും. ബിസിനസ്സൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ബിസിനസ് സാമ്പത്തികമാണല്ലോ. അതെ, ചെയ്യാൻ പറ്റും. പിന്നെ ഭഗവാന്റെ എണ്ണ ആടുക എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പൊ ആ എണ്ണ കൊണ്ടുള്ള കുറെ ആൾക്കാർ അത് രോഗശമനത്തിന് വളരെ വിശേഷമാണ്. ആടിയെണ്ണ സേവിക്കണത് വളരെ വിശേഷം. അത് സേവിക്കുകയാണ്, തേക്കും ചെയ്യാം, സേവിക്കുകയും ചെയ്യാം. സേവിക്കണത് വളരെ വിശേഷമാണ്. രോഗശമനത്തിന് വളരെ നല്ല ഒരു ഇതാണ് അടിയെണ്ണ. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശുദ്ധമായ എള്ളെണ്ണയാണ്. പിന്നെ ഭഗവാനിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്നതാണ്. ഭഗവാന്റെ ശില എന്ന് പറയുന്നത് അഞ്ജനശിലയാണ്, പാതാളാഞ്ജനശിലയാണ്. അപ്പോൾ അത് ഒരു മെഡിക്കേഷനാണ് എന്ന് പറയുന്ന എണ്ണ എന്ന് പറയുന്നത്. അഞ്ജനശില എന്ന് പറഞ്ഞാൽ അത് പാതാളത്തിൽ മാത്രം കിട്ടുന്ന ഒരു ശിലയാണ്, ഒരു കല്ലാണ്. അതൊരു കല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കരിങ്കല്ല് പോലുള്ള വിഗ്രഹമല്ല ഗുരുവായൂരപ്പൻ്റെ. ഈ അഞ്ജനശില എന്ന് പറഞ്ഞാൽ ഏകദേശം കരിങ്കല്ലിനകത്തൊരു കോട്ടിങ് വന്നാൽ എങ്ങനെ ഇരിക്കും, കട്ടിയായിട്ടുള്ള ഒരു ലേപനം വന്നാൽ സ്മൂത്ത്നെസ്, നല്ലൊരു ശിലയാണത്. അപ്പോൾ അത് വളരെ ആരോഗ്യത്തിന് വിശേഷമായിട്ടുള്ളതാണ്. വിശേഷമാണ്. അതിൽ നിന്ന് വരുന്ന എണ്ണ എന്ന് പറയുന്നത് കുറച്ചും കൂടി. ആടി എണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദേവസ്വത്തിൽ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അത് കൂടാതെ മേൽശാന്തി കുറച്ച് അത് പബ്ലിക്കിൽ സേവിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കൊടുക്കും. അത് മേൽശാന്തി മുറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഒരു 4:45, 5 മണിയൊക്കെ ആകുമ്പോൾ മേൽശാന്തി റൂമിൽ ചെന്നാൽ ഇത് സേവിക്കാൻ നമുക്ക് തരും. സേവിക്കാൻ തരും. പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ചെന്നാൽ. അപ്പോൾ അത് സേവിക്കണം വളരെ വിശേഷം. അത് നമുക്ക് ഏത് രോഗത്തിനും സേവിക്കാം. രോഗത്തിന് വളരെ വിശേഷമാണ്. പിന്നെ പ്രത്യേക ചില സ്കിൻ ഡിസീസിന് തേക്കുന്നത് വളരെ വിശേഷമാണ്. ആൾക്കാർ മേടിച്ചു കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആ കാലുവേദനയുണ്ട്, ഗുരുവായൂർ ആടിയെണ്ണ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് തീർന്നു, ഇപ്പോൾ വീണ്ടും വേദന വന്നതൊക്കെ പറയുന്നവരുണ്ട്. അതെ, അത് വളരെ വിശേഷമാണ്. അതും ആ ഒരു ഭഗവാനെ പ്രാർത്ഥിച്ച ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ തേക്കുവാണെങ്കിൽ. അതെ, അല്ലെങ്കിലും അതിന് അങ്ങനെ വിശ്വാസത്തോടു കൂടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം കൂടുതലാണ്. അല്ലാതെ തന്നെ ഈ പാതാളാഞ്ജനശില ആയതുകൊണ്ട് അതിനൊരു മെഡിക്കേഷനുണ്ട്. രണ്ടും ഒരു ആയുർവേദത്തിന്റെ ഒരു മൂല്യമുണ്ട്. രണ്ടും കൂടി വിശേഷമാണ്. അങ്ങനെയുണ്ട്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അതിനെ മാറ്റുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പെരുമാറ്റത്തിലൂടെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മണി മാനേജ്മെന്റ് ചെയ്യണം. നമ്മളെ കൈകൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ ഒരാൾക്ക്
ഒരാൾക്ക് പൈസ കൊടുത്താൽ അയാൾക്ക് അത് പ്രയോജനം വരില്ല എങ്കിൽ കൂടെയുള്ള കുടുംബത്തിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വിവാഹം നടക്കാൻ വേണ്ടി ഒരുപാട് പേര് ഗുരുവായൂര് വഴിപാട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ് ഗുരുവായൂർ ഭഗവാന്റെ മുമ്പിൽ വിവാഹം കഴിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അത് കൂടുതലാണ് പണ്ടത്തെക്കാലത്ത്. എനിക്കറിയാൻ പറ്റും എല്ലാവരും തന്നെ ഗുരുവായൂർ. പക്ഷെ ഡിവോഴ്സും ഒക്കെ നടക്കുന്നുണ്ട്. അവിടത്തെ തന്നെയല്ല, മൊത്തത്തിൽ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അതും ഒരു ഗുരുവായൂർ ഭഗവാന്റെ എല്ലാവരും വിചാരിക്കുന്നത് അവിടെ കല്യാണം കഴിച്ചാൽ അത്രയും ദീർഘനാൾ അല്ലെ ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെയാണ്. പക്ഷെ വിഭിന്നമായി സംഭവിക്കാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ? അത് നമ്മുടെ ജാതകത്തിൻ്റെയും യോഗത്തിൻ്റെയൊക്കെ അനുസരിച്ചാണ് അത് ഉണ്ടാവുന്നത്. ദാമ്പത്യം ശരിയല്ല അല്ലെങ്കിൽ ഡിവോഴ്സ് ആവണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ പെരുമാറ്റത്തിൻ്റെയും ചിന്തയുടെയൊക്കെ ഒരു വ്യത്യാസം കൊണ്ടാണ്. ആപത്തിൽ നിന്ന് രക്ഷിക്കും ഭഗവാൻ. ഗുരുവായൂർ പൂജിച്ച താലി കിട്ടുമ്പോൾ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന. അത് നമ്മളെ എപ്പോഴാണ് കൊടുക്കുക? താലി പൂജിക്കണം തലേ ദിവസം വൈകുന്നേരം കൊടുക്കാം. തലേ ദിവസം വൈകുന്നേരം കൊടുത്ത് പൂജിച്ച് മേടിക്കാം. പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു കോയ്മ ഉണ്ടാവല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത്, അതായത് നമ്മൾ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തല്ല കൊടുക്കേണ്ടത്. ഈ താലി പൂജിക്കാൻ മേശാന്തിന്റെ അടുത്താണ് കൊണ്ടുപോകും. അകത്ത് പൂജിക്കേണ്ടതാണ്. തലേ ദിവസം കൊടുത്തില്ലെങ്കിൽ രാവിലെ പോയാൽ ചിലപ്പോൾ ആ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. മേൽശാന്തി ഫ്രീ ആയിട്ട് കിട്ടണ്ട. തലേ ദിവസം കൊണ്ട് കൊടുത്താൽ രാവിലെ അദ്ദേഹം നേരത്തെ പോകുമ്പോൾ പൂജിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുവയ്ക്കും. അവിടെ നിന്ന് മേടിക്കാം. അല്ലെങ്കിൽ പ്രസാദം കൊടുക്കുന്നിടത്ത് മേടിക്കാം. അപ്പോൾ തലേ ദിവസം താലി പൂജിച്ച് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ നമ്മൾ താലി പൂജിച്ചിടുന്നത് കൊണ്ട് ഗുരുവായൂരപ്പൻ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വഴക്കുകളൊക്കെ വരുന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ ഈ അഗ്നിസാക്ഷിയായിട്ടുള്ളൊരു വിവാഹം, അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ നമ്പൂതിരിമാരുടെ വിവാഹങ്ങളൊക്കെ അഗ്നിസാക്ഷി ഹോമാചാരത്തോടൊക്കെ കൂടി അഗ്നിയെ മുന്നിൽ നിർത്തി ഹോമിക്കുകയാണ്. അപ്പോൾ അഗ്നിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വിവാഹം കൊണ്ട് നമുക്കൊരു ദീർഘ സുമംഗലി ഭവ എന്നുള്ളൊരവസ്ഥയുണ്ട്. നമ്പൂതിരിമാരിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, ഒരു 95% ഡിവോഴ്സ് ഇല്ല. നമ്പൂതിരിമാർ തമ്മിൽ അങ്ങനെ ഡിവോഴ്സ് വന്നു. നമ്പൂതിരിമാരിൽ ഡിവോഴ്സ് വന്നെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് കാരണം ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ് വന്നിട്ട് അതിൽ നിന്ന് ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതുപോലെ അഗ്നിസാക്ഷിയായിട്ടൊന്നും വിവാഹം കഴിക്കാതെ രജിസ്ട്രേഷനോ അമ്പലത്തിൽ പോയി അങ്ങോട്ട് മാലയുടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് അഗ്നി സാക്ഷിയായാൽ ഭഗവാൻ കാത്തോളും. അത്രയും ഒരു പവറുണ്ട്. കാരണം അഗ്നിയിലൂടെയാണ് നമ്മൾ ദേവനിലേക്ക് എല്ലാം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് ഒരു ഗുരുവായൂരപ്പന് പൂജ കഴിക്കുകയാണെങ്കിലും അയ്യപ്പന് പൂജ കഴിക്കുകയാണെങ്കിലും ഏതൊരു ഹോമം ചെയ്യുകയാണെങ്കിലും അതൊക്കെ അഗ്നിയിലൂടെയാണ്. അതിൽ ഇന്റർമീഡിയറ്റ് അഗ്നിയാണ്. അഗ്നിയുടെ പത്നിയായിട്ടുള്ള സ്വാഹ എന്ന് പറയുന്ന ശ്രീമുഖാന്തര, അതാണ് എല്ലാത്തിനും അവസാനം ഒരു സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോമിക്കുന്നത്. സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യയുടെ പേരാണ്. അപ്പോൾ അഗ്നിയുടെ പത്നിയാണ് സ്വാഹ. സ്വാഹയിലൂടെയാണ് നമ്മൾ ദേവനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അഗ്നിശുദ്ധി വരുത്തി സ്വാഹയിലൂടെ നമ്മളങ്ങൾ അത് നിവേദ്യമായാലും ഒക്കെ അതിപ്പോൾ പ്രാണായ സ്വാഹ കേട്ടിട്ടുണ്ടല്ലോ. ഈ നിവേദ്യത്തിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്നതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ് സാധാരണ നിലയ്ക്ക്. അതിൻ്റെ ഒരു ചുരുക്കമായിട്ടാണ് ഇപ്പം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കണത്. തിരുമേനി പറയുന്നത് ഇപ്പൊ അഗ്നിസാക്ഷിയായി വിവാഹം നടന്നാൽ അതങ്ങനെ ഡിവോഴ്സിലേക്ക് സാധാരണ എത്താറില്ല. അഗ്നി സംരക്ഷിക്കും എന്നുള്ളതാണോ ബന്ധം? അതുകൊണ്ട് നോക്കാം, ഈ ഹോമായിട്ട് കല്യാണം കഴിച്ചവരൊക്കെ ഡിവോഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ കുറവായിരിക്കും. വിരലെണ്ണാവുന്ന നമ്പറുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നെങ്കിൽ ഒന്നുകിൽ ഇവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരാതെ വന്നേക്കാം, അല്ലെങ്കിൽ അഗ്നിസാക്ഷിയായിട്ട് എല്ലാ വിവാഹം കഴിച്ച് രജിസ്റ്റർ മാരേജോ അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താലി വെറുതെ മാല ചാർത്തിയിട്ടുള്ള കല്യാണമാണെങ്കിൽ അപ്പം അഗ്നി ഭഗവാനെയും സ്വാഹ ദേവിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹം നടത്തുന്നത് നല്ലതാണ്. വിവാഹ സമയത്ത് ഇവരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അഗ്നിയെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിസാക്ഷിയായിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, ഭഗവാൻ രക്ഷിക്കണം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വിവാഹത്തിന് ഇറങ്ങുന്നത് ബന്ധത്തിന്റെ കെട്ടുറപ്പിന് നല്ലതാണ്. ഇനി അങ്ങനെ അഗ്നിസാക്ഷി അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു, ദമ്പതികൾ തമ്മിൽ പിരിയുന്ന ഒരവസ്ഥ വന്നു, വഴക്ക് വന്നു എന്ന് വിചാരിക്കും. എന്നാൽ അതിന് വഴിപാടുകളുണ്ട്. സംവാദ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കാം. ഗുരുവായൂരപ്പന് സംവാദ സൂക്ത പുഷ്പാഞ്ജലി പിരിയാതിരിക്കാൻ ചെയ്യാം. ഒരു ബന്ധത്തിൽ അങ്ങനെ വന്നാൽ അത് ആർക്കാണ് ചെയ്യാൻ പറ്റുക? രണ്ടുപേരുടെയും കൂടി പേരും നാളും സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഐക്യമത്യ പുഷ്പാഞ്ജലിയാണത്. ഒരു ഐക്യമായിട്ട് വരേണ്ട ഒരു പുഷ്പാഞ്ജലിയാണ്. ഗുരുവായൂരപ്പന് ചെയ്യാം. സംവാദ സൂക്ത പുഷ്പാഞ്ജലി. അത് അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയും ചെയ്യാലോ, അവരുടെ അമ്മയ്ക്കൊക്കെ ചെയ്യാലോ, അങ്ങനെയും ചെയ്യാം. അവരുടെ മാതാപിതാക്കൾക്കോ അവർക്ക് തന്നെ അവർക്ക് നേരിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവർ തമ്മിൽ നേരെ ആവാനായിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് ഇവരുടെ പേരിൽ ചെയ്യാം. വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ടുള്ളവർക്ക്, ദമ്പതികൾക്കൊക്കെ അതിനൊരു പരിഹാരം, അവർക്ക് മുൻപോട്ട് വീണ്ടും അവരുടെ ജീവിതം കെട്ടുറപ്പിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് സംവാദ സൂക്ത പുഷ്പാഞ്ജലി. ഐക്യമായി വരിക അവര്. അതാണ് ഉദ്ദേശം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഈ വഴിപാടുകളിലൊക്കെ ഒരു ആവശ്യം വരുന്നത്. ആദ്യം നമുക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിനൊരു വഴിപാട്, ഈ വേളിയോത്ത് മാത്രമല്ല, ഗുരുവായൂർ കൃഷ്ണാട്ടം കളി, സ്വയംവരം
കൃഷ്ണാട്ടംകളി നടത്താം. അത് വളരെ വിശേഷമാണ്. അത് വിവാഹം നടക്കാൻ അത് വിവാഹം നടക്കാനുള്ളതാണ്. സ്വയംവരം എന്നുള്ള കുറേ കഥകളുണ്ട് അവിടെ. സ്വയംവരമാണ് വിവാഹം നടക്കാനായിട്ട് വേണ്ടത്. അത് നടത്താം. വിവാഹം കഴിഞ്ഞവർക്ക് അപ്പോൾ അത് കഴിച്ച് വിവാഹം കഴിഞ്ഞാൽ ദാമ്പത്യം അനുകൂലമാവാനായിട്ട് സംവാദ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കാം. കുട്ടികളുണ്ടാവാൻ സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കാം. അവിടെ പുരുഷസൂക്ത മന്ത്ര പുഷ്പാഞ്ജലിയും കുട്ടികളുണ്ടാവാൻ നല്ലതാണ്. നല്ല സന്താനം ഉണ്ടാവാൻ പുരുഷസൂക്തം വിശേഷമാണ്. അപ്പൊ തിരുമേനി ഇപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ജീവിതത്തില്, അപ്പം അവർക്ക് എന്ത് ചെയ്തിട്ടും ഒരു ജീവിതത്തിലൊരു ഉയർച്ചയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ജ്യോതിഷത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? അതുണ്ട്. ജ്യോതിഷത്തിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തുണ്ടാവാനായിട്ട് ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കാം. പിന്നെ അവർക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള കാരണം അവനവൻ്റെ തന്നെ പ്രശ്നമാണെങ്കിൽ ഈ പുരുഷസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കാം. അതല്ല മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ജ്യോതിഷത്തിലൂടെ പിന്നെ ജ്യോതിഷത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള റെമഡിയും ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം. അതെ, എല്ലാ കാര്യങ്ങളും ആ ഒരു ജ്യോതിഷത്തിൻ്റെ ഉയർച്ച തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് ഫലം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജ്യോതിഷത്തിൽ കൃത്യമായി അപഗ്രഥിക്കുക, കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കണം എന്താണോ പ്രശ്നം. എന്നിട്ട് അതിന് കൃത്യമായ അളവിലുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കണം. അപ്പോൾ കൃത്യമായ ദോഷത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിച്ചാൽ അത് കൃത്യമായി നടക്കണം. ഇത് 3 കൂടി നടന്നാൽ ആ കാര്യം വിജയമാണ്. അങ്ങനെ ശരിക്കും നടക്കാറുണ്ടോ? പിന്നെന്താ, അങ്ങനെ നടക്കാറുള്ളൂ. എന്ത് പ്രയാസമുണ്ടെങ്കിലും നല്ലൊരു വിശകലനം ചെയ്യുന്ന ഒരു ജ്യോതിഷിയെ പോയി കണ്ടിട്ട് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എവിടെയാണ് തടസ്സം, എന്ത് ചെയ്താൽ അത് മാറും. അതിൽ കുറേ നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തുന്നതാവാം, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റങ്ങളാവാം, ചിലപ്പോൾ അത് പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് മാറ്റേണ്ടതാവാം. അതെന്താണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം